നേരിന്റെ ആദ്യത്തെ ഷോട്ട് ഈ അനശ്വര കഥാപാത്രമായിട്ടുള്ള സാറ ചെയ്യുന്ന വീട്ടിലേക്ക് ഞാനിങ്ങനെ ഭിത്തി പിടിച്ച് കയറുന്ന ഒരു സീൻ. അപ്പൊ ജിത്തു സാർ ആദ്യം എടുക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വീട്ടിലാണ്. ഞാനിങ്ങനെ ആ വീടിന്റെ ബാക്കിൽ കൂടെ കയറി ആ വീടിന്റെ ഇതിൽ കൂടെ കയറി പാരപ്പറ്റിൽ ഇങ്ങനെ പിടിച്ച് പറ്റടിക്ക് പോകണം. ആ ഒരു മൂവ്മെന്റ് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം പണ്ട് ഒരുപാടധികം മരവും എന്താ പറയാ അതിലും വീടൊക്കെ ചാടി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് അല്ല. എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊരു ലൊക്കേഷനാണ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എൻ്റെ ഇവിടെ അഭിനയിക്കുന്ന ഏത് പുതിയ ആക്ടറായാലും വലിയ ആക്ടറായാലും പുതിയ ടെക്നീഷ്യൻസ് വലിയ ടെക്നീഷ്യൻസ് എല്ലാവരും എനിക്ക് ഒരു ടീച്ചേഴ്സാണ്. അപ്പോൾ അതല്ലേ യു അഡ്വക്കേറ്റ് ആഫ്റ്റർ ഓൾ. സോ നമുക്ക് അത്യാവശ്യം പരിപാടികൾ അറിയാം. നല്ല രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വക്കീൽമാരാണ്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. കുറവ് എൻ്റെ അടുത്തൊരു ജഡ്ജി സാറ് മാഡം, ഞാൻ പേര് പറഞ്ഞില്ല, ഹൈക്കോടതിയിൽ ഒരു വലിയ മാം വരെ എന്നെ മൈക്കിളെന്നാണ് വിളിച്ചത്. കാരണം അവരത്ര വക്കീൽമാരെ കാണണം. പക്ഷെ അവരുടെ ആസ് എൻ അഡ്വക്കേറ്റ് അല്ല മാഡം എന്നെ അഡ്രസ് ചെയ്തത്. നേരിന് മുമ്പാണ് ശരിക്കും ഞാൻ വേറൊരു പ്രോജക്റ്റിന് വേണ്ടി ഞാൻ ഒന്ന് മെലിഞ്ഞിരുന്നു. ഒരു 14.5 കിലോസ് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മെലിഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇവൻച്വലി ആ പടം ചെയ്ത് നല്ല അഭിപ്രായമൊക്കെ ആയി വന്നു. പക്ഷെ എനിക്ക് ആവശ്യമില്ല, ആ പടം നഷ്ടപ്പെട്ടു. CPX ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് ശങ്കർ ഇന്ദുചൂടനാണ്. ശങ്കർ, വെൽക്കം ടു CPX ടോക്ക്. സോ പുതിയ വിശേഷം നാഗേന്ദ്രൻ ഹണിമൂൺ ആണ്. പക്ഷെ അതെ, ഏറ്റവും പുതിയ വിശേഷം ഈ നാഗേന്ദ്രൻ ഹണിമൂൺ ഷൂട്ട് ചെയ്തത് നേരിന് മുൻപാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിലൂടെയാണ് ആൾക്കാർക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയി തുടങ്ങിയത്. ആൾക്കാരെല്ലാരും ഇഷ്ടപ്പെട്ട ഒരു വില്ലൻ രക്ഷാധികാരി, അതിലൂടെ ഫെമിലിയർ ആയി ആൾക്കാർ. ഇത്രയും നല്ലൊരു വില്ലനെ ആൾക്കാർക്ക് കിട്ടിയത് നേരിലൂടെ. ഇപ്പൊ വീണ്ടും നാഗേന്ദ്രൻ ഹണിമൂൺ, പക്ഷെ നേരിന് മുൻപ് ഷൂട്ട് ചെയ്താണ്. സോ ഇതിൽ കിട്ടുന്ന റെസ്പോൺസസും ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യം നമുക്ക് അത് പറഞ്ഞു തന്നെ തുടങ്ങാം. ഹലോ, അപ്പോൾ എന്തായാലും CP എനിക്ക് 2 കൊല്ലം മുമ്പായിരുന്നു ഇവിടെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ അതിനുശേഷം തിരിച്ചു വന്നതിൽ നല്ല സന്തോഷം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2-3 പരിപാടികൾ ഓരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരിന് മുമ്പാണ് ശരിക്കും ഞാൻ വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മെലിഞ്ഞിരുന്നു. ഒരു 14.5 കിലോസ് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മെലിഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇവൻച്വലി ആ പടം ചെയ്ത് നല്ല അഭിപ്രായമൊക്കെ ആയി വന്നു. പക്ഷെ എനിക്ക് ആവശ്യമില്ല, ആ പടം നഷ്ടപ്പെട്ടു. കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് നഷ്ടപ്പെട്ടു. അത് അവർക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വന്ന അവസ്ഥയായി. അപ്പോൾ ഭയങ്കര പിന്നെ ഞാൻ ഒരു വലിയ സംവിധായകനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ്. അപ്പൊ അദ്ദേഹത്തിന് നിന്നൊക്കെ നല്ല വാക്കൊക്കെ കിട്ടി. ഇവൻ മമ്മൂട്ടി സാറടക്കം നല്ല വാക്ക് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കര ഒരു പെയിനാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത്രയും കിലോ, ഒരു 14 കിലോ ഒരു മാസം കൊണ്ട് കുറച്ച്, ഒരു മാസം കൊണ്ട് ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്ത് വർക്കൗട്ടും സൈക്ലിങ്ങും എല്ലാം കുറച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പരം വന്നു. അങ്ങനെ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോജക്റ്റിന്റെ ഇടയിലാണ് ഈ നാഗേന്ദ്രൻ ചെയ്യുന്നത്. നാഗേന്ദ്രൻ ഇങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ ഷൂട്ട് ചെയ്തു, സുരാട്ടൻ്റെ ഒപ്പം ഷൂട്ട് ചെയ്യുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പുള്ളി അദ്ദേഹം ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ വർക്കുകളൊക്കെ കാണുമ്പോൾ പുള്ളി ഇങ്ങനെ തിരിച്ചും മറിച്ചും നമ്മുടെ ഒരു പെർഫോമൻസിന്റെ ആ ഒരു ബ്രേക്കും എടാ ഇത് തിരിച്ചൊക്കെ ഇരുന്ന് നോക്കും. ഈ ഒരു ചേഞ്ച് ഉണ്ടാവില്ല, നമ്മുടെ ഒരു മീറ്റർ മാറുന്നു. അടിപൊളി പുള്ളി ഇങ്ങനെ പറയും, സുരാട്ടൻ പറയട്ടെ നിനക്ക് നല്ലൊരു പണി അറിയാവുന്ന ഒരു സംവിധായകൻ്റെ നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി അടിപൊളിയായിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, സുരാട്ട ഇന്നൊരു വിളി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ജിത്തു സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെ സാറിന്റെ നേരെന്ന് പറഞ്ഞ മോഹൻലാൽ സാറിന്റെ അടുത്ത സിനിമ പേരിട്ടിട്ടുള്ളന്ന്, ഇങ്ങനെ ഒരു ആശീർവാദിന്റെ സിനിമയാണ്, മോഹൻലാൽ സാറാണ്. അപ്പൊ അതിലൊരു പരിപാടി ഉണ്ട്, സാറൊന്ന് നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അപ്പോൾ ആലപ്പുഴയിലായിരുന്നു. പോയി ചെയ്യടാ, അത് അടിപൊളിയാണ്, അത് കറക്റ്റ് സാറല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ജിത്തു സാറിനെ പോയി കാണുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും അവിടെ നിന്നാണ് ഈ വിളി വന്നത്. ശരിക്കും സുരാജേട്ടൻ തന്നെയാണ് അതിന്റെ ഒരു സാക്ഷി. കൈ തിരിച്ചു വന്നപ്പോഴും സുരാജേട്ടൻ തന്നെയായിരുന്നു ഭയങ്കര പുള്ളിയുടെ അടുത്ത് കൺഫേം ആയി സാധനം ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ മൂപ്പര് ഭയങ്കര അദ്ദേഹം പറഞ്ഞു. ഇന്നാള് കണ്ടപ്പോഴും അദ്ദേഹം സിനിമ കാണാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്, പക്ഷെ പറഞ്ഞു ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം കേൾക്കുക, അടിപൊളിയായിട്ടാണ് പൊളിക്കാൻ. അങ്ങനെ ഭയങ്കര മൂപ്പര് നല്ലൊരു ബ്രില്യന്റ് ആക്ടറല്ലേ. ഇപ്പൊ ഈ 14 കിലോ കുറച്ചതിന്റെ പറഞ്ഞാൽ അതിന്റെ അവസരം നഷ്ടപ്പെടുന്നത് ഇപ്പം സിനിമയില് പുതിയ കാര്യങ്ങളല്ല. പക്ഷെ എനിക്കത് ഗുണം ചെയ്തു. അതായത് നമ്മള് ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് എന്നല്ല, ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് അല്ല, ബ്ലെസ്സിംഗ് ആണ്. കാരണം ഇപ്പൊ നേരുന്ന സിനിമയിൽ ഈ കഥാപാത്രം ചിലപ്പോൾ ഇത്തിരി കൂടി കൺവിൻസ് ആയത് അതുകൊണ്ടായിരിക്കാം. കാരണം ആ കഥാപാത്രം ഇത്തിരി റിച്ച് ആണ്. അപ്പൊ അവൻ ഇത്തിരി എന്തായാലും അവൻ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു സ്മോക്കിംഗ് അപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത്തിരി മെലിയാറുണ്ട് ശരീരം. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ആ കഥാപാത്രം ഇത്തിരി അങ്ങാണ്. പക്ഷെ എനിക്കത് ഗുണം ചെയ്തു. കാരണം ഞാൻ ശരിക്കും എടുത്തു പറയുന്ന ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ നേരിന്റെ ആദ്യത്തെ ഷോട്ട് ഈ അനശ്വര കഥാപാത്രമായിട്ടുള്ള സാറ ചെയ്യുന്ന വീട്ടിലേക്ക് ഞാനിങ്ങനെ ഭിത്തി പിടിച്ച് കയറുന്ന ഒരു സീൻ. അപ്പൊ ജിത്തു സാർ ആദ്യം എടുക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആ പടം അവസരം നഷ്ടപ്പെട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നു. ജിത്തു സാർ നീ ഓക്കെ ആണോടാ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് സെറ്റായി നിൽക്കുന്നു. അങ്ങനെ ഈ സാധനം തുടങ്ങുന്ന ഷോട്ട് തന്നെ ഇതാ. അപ്പൊ ഞാനിങ്ങനെ ആ വീടിന്റെ ബാക്കിൽ കൂടെ കയറി ആ വീടിന്റെ ഇതിൽ കൂടെ കയറി പാരപ്പറ്റിൽ ഇങ്ങനെ പിടിച്ച് പറ്റടിക്ക് പോകണം. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ മുമ്പിലത്തെ ഭാരം വെച്ച് ഞാൻ അങ്ങനെ ഭയങ്കര ഓവർ വെയിറ്റഡ് ആയിരുന്നില്ല. പക്ഷെ ഒരു 78 കിലോ സംതിങ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 78.5 നിന്ന് ഒരു 14.5 കിലോസ് ഒരു മാസം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദോ ഇഞ്ചുറീസ് ഒക്കെ എനിക്കുണ്ട്. പക്ഷെ ആ ഒരു മൂവ്മെന്റ് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം പണ്ട് ഒരുപാടധികം മരവും എന്താ പറയാ അതിലും വീടൊക്കെ ചാടി
നമ്മുടെ ബോഡി സെൻറ്ററുമായി കൺട്രോൾ എന്നുള്ള സംഭവമുണ്ട്. നമുക്ക് ശരീരം മനസ്സും എല്ലാം വേണമല്ലോ. ഒരു ആക്ടറെ സംബന്ധിച്ചോളം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനസ്സും ശരീരവും അത് ഒരുമിച്ചൊരു സിംഗ്രണൈസ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ഒരു ബ്ലെൻഡ് വരാം. അപ്പൊ ഇത് എടുത്ത് കയറുമ്പോൾ എനിക്ക് ഞാനിങ്ങനെ ചുമ്മാ അത് ഒറ്റ ടേക്കിൽ ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് കയറി. അപ്പൊ സാറ് വേടാ കറക്റ്റ് മൈക്കിൾ തന്നെ. കാരണം അവന്റെ ഇന്റലിജൻസ് എങ്ങനെയാ, പിന്നെ അവനവിടെ മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടറും അങ്ങനെയാണ്. അവൻ എന്ത് ചെയ്താലും അവനൊരു എന്താ പറയുക, ഒരു ക്രിമിനൽ ബുദ്ധികളുണ്ട്. ഒരു ക്രിമിനൽ ലോയറിന്റെ ബുദ്ധി തന്നെ വേണമെങ്കിൽ പറയാം. ഞാനൊരു ലോയറാണ്, ഞാൻ ശരിക്കും ഒരു ലോയറാണ്. അപ്പൊ നമുക്ക് അറിയും ഇവന്റെ ഒരു വായിക്കുമ്പോഴത്തേനും വല്ലാത്തൊരു കില്ലാടിയാണ് സാധനം മൈക്കിൾ എന്ന് പറഞ്ഞ ആൾ. അപ്പൊ ഇവൻ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അവൻ വിടില്ല, എല്ലായിടത്തും കീനായിട്ട് അവൻ ചെയ്യുള്ളൂ. അപ്പൊ അവൻ ചെയ്യുന്ന പണി അത്രയും ഈ മതിലേറ്റമാണെങ്കിൽ അവൻ അത്രയും അടിപൊളിയായിട്ട് ചെയ്യണം. അത് വർഷോട്ടത് കയറിയപ്പോഴേക്കും അപ്പോൾ താങ്ക്സ് ടു ദ വെയിറ്റ് ലോസ് ഐ ഗസ് അല്ല, നമുക്ക് അത്ര ആ ഒരു ബോഡിക്ക് ഒരു കൺട്രോൾ വരും. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ ശരീരം നമ്മുടെ കൺട്രോളിൽ വരുമ്പോഴാണ് നമുക്ക് ഇതിനും കൂടി അങ്ങനത്തെ ആക്ടിവിറ്റി എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ശരിക്കും സഹായിച്ചിട്ടുണ്ടാവും നേരും. പിന്നെ നാഗേന്ദ്രനും ആ രൂപത്തിലാണ്. അപ്പൊ ശരിക്കും ഒരു പഴയ വിന്റേജ് 1970s ഒരു ആലപ്പുഴയിലത്തെ ഒരു കുറെ പേര് ഇപ്പൊ ആലപ്പുഴയിൽ നിന്നും വലിയ ഇപ്പൊ എനിക്ക് അജയൻ ചാലിശ്ശേരി ചേട്ടൻ കഴിഞ്ഞ ദിവസം വിളിച്ചു. അജയൻ ചേട്ടൻ ആർട്ടില് മലയാളത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടറാണ്. അദ്ദേഹം ഒരു അരമണിക്കൂർ എല്ലാം ഇതിനെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പലരും വിളിച്ചു, മധുപാൽ സാർ, അങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ പേരെടുത്ത് ഓരോരുത്തർ പറഞ്ഞു വിട്ടു. അപ്പൊ അദ്ദേഹമൊക്കെ അത്രയും കീനായിട്ട് ഒരു മാസ്റ്റർ ഒരു ആർട്ട് ഡയറക്ടറാണ് അജയൻ ചേട്ടൻ. അജയൻ ചേട്ടനൊക്കെ ആ ലുക്കിനെ പറ്റി നിന്റെ മീശ വരെ ഒരു ആർട്ട്, നമ്മുടെ മീശ വരെ അത്രയും ആർട്ടായിട്ട് അവർ ചെയ്തേക്കണം എല്ലാവരും ക്യാരക്ടേഴ്സിന്റെ. അപ്പൊ അത് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അത് മേ ബി ഓൾ ദ റിസൾട്ട്. അതിന്റെയൊക്കെ ഒരു ഞാൻ പറയാം എല്ലാത്തിനും ഒരു കാരണം ഉണ്ട്. നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, നമുക്ക് അതൊക്കെ വരും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ അല്ലേ തടസ്സങ്ങൾ വരും. അത് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളെന്താ ഇപ്പൊ സുഖമായിട്ട് എല്ലാവരും ഇരുന്നോണ്ടിരുന്ന എല്ലാവരും കല്ലെറിയും ആണ് അതിന്റെ പ്രോസസ്സാണ്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു മരവും മുളച്ചു വരില്ലല്ലോ. അതിന്റെ ബുദ്ധിമുട്ടും ചെളിയും വെള്ളവും കയറി എല്ലാം പോയി തന്നെ ഒരു സംഭവമാവുള്ളൂ. അപ്പൊ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ഞാനൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡന്റ് അല്ല. എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊരു ലൊക്കേഷനാണ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എൻ്റെ ഇവിടെ അഭിനയിക്കുന്ന ഏത് പുതിയ ആക്ടറായാലും വലിയ ആക്ടറായാലും പുതിയ ടെക്നീഷ്യൻസ് വലിയ ടെക്നീഷ്യൻസ് എല്ലാവരും എനിക്ക് ഒരു ടീച്ചേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. എനിക്ക് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഇത്രയും വലിയ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരെയൊക്കെ നോക്കി സംസാരിക്കാൻ, ഡയലോഗ് പറയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അവരുടെ കൂടെ നിന്ന് അവരുടെ പെർഫോമൻസ് മാറി നിന്ന് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ലേണിംഗ്. ഇവൻ വലിയ ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ടെക്നീഷ്യൻസ് എസ്പെഷ്യലി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു ഭയങ്കര അക്കാഡമിക് ലെവലിലേക്ക് എനിക്ക് ഇത്തിരിയെങ്കിലും മനസ്സിലാക്കാൻ തുടങ്ങിയത് ഞാൻ ഈ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ്. വലിയ സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടേഴ്സ്, ഈ മേക്കപ്പ്, അവർക്കൊക്കെ അവരുടെയൊക്കെ ഒരു നോളജ് വേറെയാണ്. വേറൊരു ആക്ടേഴ്സിൻ്റെ കിട്ടുന്നതിനേക്കാളും വേറൊരു ഇൻടേക്ക് ആക്ടേഴ്സിൻ്റെ ഉണ്ട്. പക്ഷെ എന്നാലും വേറൊരു ടൈപ്പ് ഓഫ് ഒരു എഡ്യൂക്കേഷനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് വരുന്നു. ഞാനിപ്പോൾ വന്ന സിനിമകളിലെല്ലാം വന്നേക്കുന്ന ക്രൂവും കാസ്റ്റും എല്ലാം നമുക്ക് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ വലിയ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻസി കൊണ്ടും അവർ ഉണ്ടാക്കി വെച്ച ആർട്ട് കൊണ്ടും ഏറ്റവും ഭയങ്കര മഹത്തായ ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു ഓണറല്ല. അതെ, ഇപ്പം ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് വരെ, വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിന് വരെ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല, ഞാൻ അങ്ങനല്ല, ഞാൻ ചോദിക്കാൻ വന്നതല്ല. അതൊരു വാക്കല്ല, നത്തിങ്. നമ്മൾ നെഗറ്റിവിറ്റി ത്രോ ചെയ്യാൻ പാടില്ല. യൂണിവേഴ്സിറ്റി എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക. നമ്മൾക്ക് ഇത് എന്ത് വന്നാലും നമ്മൾ കൊടുത്തു, നമുക്കതെന്താ, നമ്മൾ നമ്മുടെ എഫേർട്ട് എടുക്കുക, ബാക്കി വരും. നഷ്ടമൊന്നുമില്ല. അത് സങ്കടപ്പെടുന്നു, മനുഷ്യനല്ലേ നമ്മള്, മനുഷ്യനല്ലേ പിള്ളേ വിഷമൊക്കെ വേണ്ടേ. വിഷമത്തിനല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ചെയ്തിട്ടുള്ള സിനിമകളിൽ. പക്ഷെ ഇപ്പം രക്ഷാധികാരി ബൈജു, അതുപോലെ നേര്, ഇടക്കാട് ബറ്റാലിയൻ, ഇപ്പം ഇതിലൊക്കെ എന്ന് വെച്ചാൽ നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്യാനും പറ്റും. ഇപ്പൊ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇപ്പം പലർക്കും അത്ര നല്ലൊരു ക്യാരക്ടർ കിട്ടണമെന്നില്ല. ആ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടാന്ന് നടനെ സംബന്ധിച്ചോളം ഇപ്പോഴും എന്നെ ഹരികുമ്പളം എന്ന് വിളിക്കുന്നത്. അതെ അതെ അതെ. അപ്പം ആ ഒരു അത്രയും നല്ലൊരു ലക്ക് കിട്ടിയ ഒരു ആക്ടറും കൂടെ ആണ്. എല്ലാവർക്കും ഈ ഒരു എന്താ കഴിവും ലക്കും ഒരുമിച്ച് കിട്ടുന്ന ആക്ടേഴ്സ് വളരെ കുറവാണ് ഇപ്പം. അതായത് ഇപ്പം ഒരുപാട് പേര് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സിനിമയിൽ എത്തിയിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആവാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? ലൈക്ക് ഒരു അപ്കമിങ് ആക്ടർ എന്നുള്ള രീതിയിൽ. നമ്മളെല്ലാരും ആരും അങ്ങനെ ഫുൾ ആക്ടർ അല്ലല്ലോ. കാരണം എല്ലാവർക്കും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ വരെ ദേ ആർ ഗിവിംഗ് ദെയർ ബെസ്റ്റ്. കാരണം അവർക്കറിയാം കൊടുത്തില്ലെങ്കിൽ സിനിമയ്ക്കാണ് നമ്മളല്ലേ, നമുക്കാണ് ഇതിന്റെ ആവശ്യം. അല്ലാതെ സിനിമയെ നമ്മളെ ഡിമാൻഡ് ചെയ്യില്ല. നമുക്കത് ബെസ്റ്റ് കൊടുത്താലേ, അല്ലെങ്കിൽ ആൾക്കാർ വേണ്ടെന്ന് പറയും, കൊള്ളൂല, തല്ലിപ്പുള്ളി ആക്ടർ വിട്ട് കളയാൻ പറയും. കാരണം ഇതൊരു ഓപ്ഷൻ. ഇപ്പൊ എക്സ് ഇല്ലെങ്കിൽ വൈ ഉണ്ട് ഇവിടെ, വൈ ഉണ്ടെങ്കിൽ ഇസെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അൺലിമിറ്റഡ് ടാലൻസ് ആണ് ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. കാരണം നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും നമുക്ക് ടാലൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഡിസൈഡഡ് ആകാൻ പാടില്ല. പല ഇതേപോലത്തെ തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ.
നമുക്ക് ആദ്യം തന്നെ പിടിച്ച് നമ്മളെ മറ്റേ സിൽവർ സ്പൂണ് മറ്റേ ഇത് ഇരുത്തില്ല അങ്ങനെയല്ലേ പറ്റില്ല. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിൽ കയറി ചേരുമ്പോൾ നേരെ പിടിച്ച് നമ്മളെ സ്കൂളിൽ പ്രിൻസിപ്പൾ ആക്കുമല്ലോ. നമ്മൾ പോയി ഒന്നില് പിടിച്ച് ഒന്നില് എക്സാമൊക്കെ പൊട്ടി, അല്ലെങ്കിൽ ഒന്നില് നന്നായിട്ട് എഴുതി, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കളിച്ച് തമാശയൊക്കെ അടിച്ച്, അതൊക്കെ അതെ ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. അപ്പൊ അതേപോലെ തന്നെ എല്ലാ മേഖലയിലും ഒരു സംഭവം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാന്നേ പറയുള്ളൂ. ഡിസാർഡഡ് ആവാം, അല്ലെങ്കിൽ വിഷമം വരാം, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷ നിമിഷം. അപ്പൊ എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടായാലും അതൊരു പോസിറ്റീവായിട്ട് കാണാം. ഇപ്പൊ നമ്മള് ഒരു വലിയൊരു സംഭവം, ഒരു വലിയൊരു സ്ഥലത്ത് നമുക്കൊരു എന്താ പറയാ, നമ്മൾ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വലിയ സ്ഥലത്ത് എത്തിയില്ലേ, അതൊരു വലിയ കാര്യമല്ലേ. നമ്മളവിടെ ഓർത്ത് വയ്ക്കുമല്ലോ, ഓക്കെ അവന് വിഷമം വന്നിട്ട് എന്തെങ്കിലും അവൻ നല്ല ടാലന്റ് ഉള്ളവനാണെന്ന് പറഞ്ഞാൽ വിളിക്കും. ഇവിടെ അങ്ങനെ ആരും ഉപദ്രവിക്കുന്നുണ്ടാവും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ നല്ല കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം നല്ല അങ്ങനെ കുറേ പേരുടെ ഒരു എന്താ പറയുക ഒരു കൊളാബറേഷനാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും നമ്മൾ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിമിത ഫലം എവിടെ നിന്നായാലും വന്നിരിക്കും. സോ ഒരിക്കലും നമ്മൾ ആ ഒരു ഇത് വിടരുത്, ആ ഉള്ളിലെ ഫയർ കത്തിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ പറയാൻ നമ്മൾ ആരുമല്ല. ഇതിപ്പോ ചോദിക്കുമ്പോൾ ഇവരാരും ഇതൊക്കെ പറയാൻ അതെ അത്രേ ഉള്ളൂ. ഇപ്പം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, അതായത് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പക്ഷെ കംപ്ലീറ്റ് ചെയ്താണ്, കോഴ്സൊക്കെ കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തിരുന്നു ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അല്ല ഇപ്പൊ അതെ നമുക്ക് ചെയ്യുമ്പോ എന്റെ സീനിയറിന്റെ അടുത്ത് തന്നെ പെർമിഷൻ എടുത്ത് അദ്ദേഹം അടുത്ത് കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ അദ്ദേഹത്തിന് ഭയങ്കര നല്ല കാര്യമല്ലേ, കാരണം ഒരു ലീഗൽ ഫിലിമാണല്ലോ, നേര് ലീഗൽ ഡ്രാമയാണ്. അതിൽ വക്കീലായിട്ട് ഇതില്ലെങ്കിലും വക്കീലെ ലാൽ സാർ, സിദ്ദിഖ് സാറൊക്കെ പറയുമ്പോ ജിത്തു സാറിന്റെ ഒരു സ്ക്രിപ്റ്റില് അത് ഭയങ്കര പവർഫുൾ അല്ലേ. കാരണം ആ ഇവന്റ് കഥ നടക്കണമെങ്കിൽ ഈ മൈക്കിളില്ലെങ്കിൽ ആ സിനിമയില്ല. സിനിമയിലെന്ന് പറഞ്ഞാൽ പശ്ചാത്തലം നടക്കുന്ന ഇവന്റ് ആണോ. ജിത്തു സാറിന്റെ അടുത്ത് ആദ്യം എങ്ങനെ പറഞ്ഞു, കാരണം ഇവൻ കാണിക്കുന്ന ഒരു ആക്ഷന്റെ പരിമിത ഫലമാണ് ആ സിനിമ അപ്പം നിന്നേനെ. പിന്നെയും ഇവൻ ആ വീട്ടിൽ കയറി ഇന്റർവെല്ലിൽ പോയിട്ട് അവര് പിന്നെ ത്രട്ടൻ ചെയ്യുമല്ലോ, അങ്ങനെയാണല്ലോ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത കേസ് പിന്നെയും സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പം ക്യാരക്ടറിന് ഒരു സാധനമുണ്ട്, ഒരു പരിപാടിയുണ്ട്. നമ്മൾ ആ ക്യാരക്ടർ നമ്മളത്ര നന്നായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം അത്രയും വലിയ പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടുന്നത്. ജിത്തു ജോസഫ്, മോഹൻലാൽ, ആശീർവാദ് സിനിമാസ് അല്ലേ, ആന്റണി പെരുമ്പാവൂർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ പ്ലാറ്റ്ഫോം. ഒരു നടനെ സംബന്ധിച്ചോളം മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു ബാനറാണത്, ഏറ്റവും വലിയൊരു അഡ്രസ്സാണത്. അപ്പൊ അതിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഭാഗം അതെനിക്ക് ആഗ്രഹം. നമ്മൾ ചെയ്ത ഭാഗം പാടിപ്പോകാൻ പാടില്ല. ഇപ്പൊ ഇത് കണ്ടിറങ്ങുന്ന ഒരാൾ ഓക്കെ അവൻ വേണ്ടായിരുന്നു, വേറെ നല്ല നടന്മാരെ പിടിച്ചിട്ടിരുന്നെങ്കിൽ നല്ലൊരു സംഭവം ആയെന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന്റെ റിസൾട്ട് നന്നായിട്ട് വന്നു ആൾക്കാർ പറയുന്നത് അറിയില്ല. ഈ സിനിമയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിയമം അല്ലെങ്കിൽ ലോ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. എന്തൊക്കെ ചെയ്യാം ലോകത്ത്, എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച പലതും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനിപ്പോ ഒരു ക്രിക്കറ്റർ ആവണമെന്ന് കൊച്ചുനാൾ ആഗ്രഹിച്ചത്. പക്ഷെ അതിന് മാത്രമുള്ള വലിയ പൊട്ടൻഷ്യൽ ഒന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. കളിക്കുമായിരുന്നു ക്രിക്കറ്റ്, സ്കൂളിലും കളിക്കും, അങ്ങനെ ചെറുതായിട്ട് കളിക്കും, കാണും, ഇപ്പോഴും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ ക്രിക്കറ്ററായി, ഒരു ക്രിമിനലായി. 1970s എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സിനിമയിൽ 1970s ജീവിച്ചു. വേറെ സിനിമയില് യൂത്തിന്റെ പരിപാടിയായിട്ട് നടക്കാൻ അങ്ങനെ ഓട്ടർ മ്യൂസിക് ഡയറക്ടറായിട്ട് അഭിനയിച്ചു. അപ്പൊ നമുക്ക് ഓരോന്ന് ഇപ്പൊ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയില്ലല്ലോ ഇത്, നമുക്കിപ്പോ പല കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കണത്. ഒരു ശരിയാണ്, നമുക്ക് ഒബ്വിയസ്ലി ഒരു അഡ്രസ് വേണമല്ലോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ആരായാലും നമുക്കൊരു സംഭവം കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഇതാണ്, ഞാൻ എപ്പോഴും നീ കോട്ടിട്ട് വേണമെങ്കിൽ പോവാം. സിനിമ ഇല്ലെങ്കിലും അല്ല, ഞാനത് വലിയ നെഗറ്റീവായിട്ട് പറയില്ല. പക്ഷെ അതൊരു നമുക്കൊരു എല്ലാവരും പറയും നല്ല കാര്യം. ഇപ്പൊ ജഗദീഷ് ചേട്ടനൊക്കെ എന്റെ അടുത്ത് ആദ്യം പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം ഒരു അക്കാഡമിക് ബാക്കപ്പ് ഉള്ളത് ഒരു ആക്ടറിനെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് അറിയില്ല, ഇതൊരു സ്ഥിരതയില്ലാത്ത ഒരു പരിപാടി. കാരണം നാളെ എന്താ സംഭവിക്കുക, ഇപ്പൊ പെട്ടെന്ന് ലോക്ക്ഡൌൺ വന്നു, എല്ലാവരും വീട്ടിലായി പോയല്ലോ. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, യു മൈറ്റ് നോട്ട് ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് യു വിഷ് അല്ല. ചിലപ്പോൾ ഒരു സമയത്തൊന്നും മിണ്ടാതെ അങ്ങ് പോകും, എല്ലാ പരിപാടിയും പ്ലെയിൻ ആയിട്ട് നമ്പായിട്ടിരിക്കും. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു ബലമായിരിക്കും. ഇഫ് യു ഹാവ് എ ബാക്കപ്പ് അല്ല, തീർച്ചയായിട്ടും നമ്മളൊരു അങ്ങനത്തെ ഒരു കുടുംബം അല്ല, അല്ലെങ്കിൽ സിനിമ പ്രൊഡക്ഷൻ അങ്ങനെ ഡയറക്ഷൻ ഫാമിലി അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ഫാമിലി അങ്ങനെ ഒരു, ഞാൻ അവർക്ക് വലിയ പ്രിവിലേജ് ഒന്നല്ല, അവർക്കാണ് ഏറ്റവും കഷ്ടപ്പെടും. ഇപ്പൊ അല്ല ഇപ്പൊ പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ അപ്പുറത്ത് ദുൽഖർ സൽമാനൊക്കെ അവിടെ വലിയൊരു പേരല്ല അതിന്റെ അപ്പുറത്തേക്ക് മോഹൻലാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇപ്പൊ നമുക്കൊക്കെ ഒരു പൊട്ടത്തരം കാണിച്ചാലും ഒരു പരിധി വരെ ആരും പറയില്ല. പക്ഷെ ഇവരത്ര ഒരു നടക്കുമ്പോ വരെ ഒരു നോട്ടം വരും, ഇവർക്ക് കെയർഫുൾ ആയിട്ടിരിക്കണം അത്രയും. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ. പറഞ്ഞാൽ അതാണ്. അപ്പൊ നമുക്ക് അതില്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പാരലി നമ്മുടെ ഒരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു കോൺഫിഡൻസ് ആണ്. കാരണം ഇതല്ലേ യു ആർ ആൻ അഡ്വക്കേറ്റ് ആഫ്റ്റർ ഓൾ. സോ നമുക്ക് അത്യാവശ്യം പരിപാടികൾ അറിയാം. നല്ല രീതിയിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വക്കീൽമാരാണ്. ഇപ്പൊ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എവിടെ ചെന്നാലും ഇപ്പം നിയമം അറിയാവുന്നവരെല്ലാം കൂടെ ഉണ്ടാകുമല്ലേ. അതെ, അത് നല്ല കാര്യമല്ലേ. നമുക്ക് ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചപ്പോൾ സുപ്രീം കോർട്ടിലും ഡൽഹി കോർട്ടിലും എല്ലാം ഓൾ ഓവർ ഇന്ത്യ പല കോടതികളിലും എല്ലായിടത്തും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ഹൈക്കോർട്ടിലായാലും ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമുക്കത് എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് വിളിച്ചെത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നല്ല കാര്യമല്ലേ. നമ്മുടെ വളരെ നല്ല സുഹൃത്തുക്കൾ
അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഒരു പ്രൗഡായിരുന്നു നേര് കണ്ടപ്പോ. കാരണം അവർക്കൊരു റെപ്രസെന്റേഷൻ ആണല്ലോ നേര്. എന്ന് പറഞ്ഞ ഒരു കോർട്ട് റൂം എനിക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ അത് ഭയങ്കര നന്നായിട്ട് അത് കാണിച്ചിട്ടുണ്ട് കോടതിയുടെ ഒരു പ്രൊസീഡിങ്സ് ഒക്കെ. അപ്പൊ അത് അവർക്ക് കുറവ്. എൻ്റെ അടുത്തൊരു ജഡ്ജി സാറ്, പേര് പറഞ്ഞില്ല, ഹൈക്കോടതിയിൽ ഒരു വലിയ മാം വരെ എന്നെ മൈക്കിളേന്നാണ് വിളിച്ചത്. ഞാൻ അവിടെ സിനിമ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ എറണാകുളത്ത് മറ്റേ എന്താണ് തിയേറ്ററിന്റെ സിനി പോളിസ് മറ്റേ മോളിന്റെ സെൻട്രൽ സ്ക്വയറിലെ ആ തിയേറ്ററിൽ ഇങ്ങനെ റിവ്യൂവിന്റെ കൂടെ ഞാൻ നിന്നപ്പോ അത് വലിയ കാര്യമില്ല. കാരണം അവരെത്ര വക്കീലുമാരെ കാണണം. പക്ഷെ അവരുടെ ആസ് എൻ അഡ്വക്കേറ്റ് അല്ല മാഡം അഡ്രസ് ചെയ്ത്, മാഡം സാറിനെ അഡ്രസ് ചെയ്ത്, സാറും ഉണ്ടായിരുന്നു, രണ്ടുപേരുണ്ടായിരുന്നു ജഡ്ജിമാര്. അതൊരു ജഡ്ജിന്റെ ഒക്കെ അവർക്ക് സിനിമ വർക്കായി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യമില്ലേ. ഇപ്പൊ ഇവൻ എന്റെ റൈറ്റർ ശാന്തി ചേച്ചിയും ഒരു അഡ്വക്കേറ്റ് ആണ്. ഞങ്ങൾക്ക് മുമ്പ് പരിചയമില്ലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾ ആദ്യം പരിചയം. ചേച്ചിയാണ് സാറിന്റെ വീഡിയോ ചേച്ചി ഉണ്ടായിരുന്നു. ഷീസ് ഓൾസോ ഒരു അഡ്വക്കേറ്റ്. അപ്പൊ പുള്ളിക്കാരി എടുത്തും പറയുമ്പോൾ പുള്ളിക്കാർക്ക് ഒരു അഭിമാനമല്ല. കാരണം പുള്ളിക്കാരി എഴുതിയൊരു സംഭവം അല്ലെങ്കിൽ പുള്ളിക്കാരി അഭിനയിച്ചൊരു സംഭവത്തിൽ ഒരു ഹൈക്കോർട്ട് ജഡ്ജി വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് വലിയ സീനിയർ ലോയേഴ്സ് പുള്ളിക്കാരെയും വിളിച്ച് പറയാം, നമ്മളെയൊക്കെ വിളിച്ച് പറയാന്നൊക്കെ പറയുമ്പോൾ വെൻ മൈ സീനിയർ ഓൾസോ അദ്ദേഹത്തിനും കുറെ അപ്രീസിയേഷൻ കിട്ടുമല്ലോ. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആ ഒരു ഫ്രട്ടേണിറ്റിയിൽ ഭാഗമായ ഒരാളാണ്. ഇവൻ ദോ യു സ്റ്റിൽ പാർട്ട് ഓഫ് ദ ഫ്രട്ടേണിറ്റി, ലീഗൽ ഫ്രട്ടേണിറ്റി, ലോ ഫ്രട്ടേണിറ്റി അല്ല. അപ്പൊ നമ്മുടെ ഒരു ഇതിന് ഒരു പ്രസന്റേഷന്റെ ഭാഗത്തിൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണത്.